കൃഷ്ണ കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇവിടെ ഒരു തോരൻ വയ്ക്കാം. ഇടിച്ചക്ക തോരൻ. ചെറിയ ചക്കക്കുരു ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇടിച്ചക്കയെന്ന് പറയാനൊക്കത്തില്ല, എങ്കിലും ചെറിയ ചുള ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് രാവിലെ കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ നമുക്കൊന്ന് അടുപ്പിലേക്ക് വയ്ക്കാം. ചീഞ്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. നമ്മുടെ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി അതിലേക്കൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്കൊരു ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉഴുന്നുപരിപ്പ് ഇവിടെ ചൂടായിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നിടാം. ഇതൊന്ന് ഇടിച്ചക്ക തോരൻ്റെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം, വേവട്ടെ. നമ്മുടെ ചക്ക വേകാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. തോരന് ഒരു ചെറിയൊരു കപ്പ് തേങ്ങ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരു 3 പച്ചമുളകും പഴുത്തതാണ്. 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ അപ്പം നമ്മളിവിടെ ചുമന്ന മുളക് ഇത്ര ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഒരു 10 കുരുമുളക് അതിനകത്തിടുക, ചതച്ചെടുക്കാം. ഇടിച്ചക്ക തോരന് തേങ്ങ എല്ലാം കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമ്മുടെ തോരൻ പകുതി മുക്കാലും വെന്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം, അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം വെച്ച ചീഞ്ചട്ടിക്കകത്തിട്ട് തേങ്ങ എല്ലാം കൂടെ ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഇടിച്ചക്ക തോരൻ എല്ലാവരും ഒന്നും വെക്കുന്ന ഒരു വിഭവമല്ല. ഇതാണ് ഈ ചക്ക ഉണ്ടായി വരുന്ന സീസണിലാണ് നമ്മളിതൊക്കെ വെക്കുന്നത്. എത്ര മടി പിടിച്ചിരിക്കുന്നവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ് ഇടിച്ചക്കത്തോരൻ. നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. ഈ ഇടിച്ചക്കത്തോരൻ
ചോറ് മാത്രം മതി ചോറുണ്ണാൻ. ചക്ക സീസണിലൊക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാതെ ഇത് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്.